ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പാത്തൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെസ്ലിച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഒരുപാട് ഡെക്കറേഷനും കാര്യമൊന്നും ചെയ്യും വേണ്ട. എന്നാൽ നല്ല ടേസ്റ്റിയാണ്, അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അഴിക്കുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ റെക്കോർഡായിട്ടില്ല. ഇതിപ്പോൾ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ അരിപ്പയിലൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ ബീറ്റായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വെച്ചിരുന്നു. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ രണ്ടും നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല രീതിയിൽ ബീറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒരു സ്പാച്ചിലോ തവി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വീഡിയോ സ്പീഡപ്പ് ആക്കിയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പാനിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. 9 ഇഞ്ചിൻ്റെ പാനായാലും കുഴപ്പമില്ല. ട്രെസ്ലിച്ചസ് ആയതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വരാതെ നമുക്ക് കുറച്ച് പരത്തിയിട്ട് ചെയ്യുന്നതാവും നല്ലത്. എന്നിട്ടത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ട്രെസ്ലിച്ചസിനുള്ള സോസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം 1/2 കപ്പ് എന്നുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/2 kg ആണെങ്കിൽ 1/4 കപ്പ് എന്നുള്ളൊരു അളവിലെടുത്താൽ മതി. ഇനി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ സോസാണ് ട്രെസ്ലിച്ചസിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഈ സോസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ സോഫ്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ ട്രെസ്ലിച്ചസ് സെയിൽ ചെയ്ത് കൊടുക്കാറുള്ള ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൽ കുറച്ച് ഹോൾസ് ഇടാം. നമ്മൾ സോസ് ഒഴിക്കുമ്പോൾ കേക്കിലേക്ക് നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി തണുക്കാൻ വെച്ച നമ്മുടെ സോസ്, ട്രെസ്ലിച്ചസിൻ്റെ സോസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 പോർഷൻ ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി നമ്മൾ ചെറിയൊരു ബൗളിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഇത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാറാണ്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുത്തിട്ട്, ഇതാണ് നോർമലി കൂടുതലായിട്ട് എല്ലാവരും കൊടുക്കാറുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ വർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യൂസ് കട്ട് ചെയ്തിട്ട് അതും, പിന്നെ കുറച്ച് ഡ്രൈഡ് റോസ് പെറ്റൽസ്, അത് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ അപ്പോൾ ഇതില്ലാത്തത് കാരണം ഞാൻ നമ്മുടെ നോർമൽ റോസ് പെറ്റൽസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല കേക്കിൻ്റെ വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് പാത്തൂസ് വ്ലോഗിൽ ഇനിയും കാണാം. താങ്ക്